അതൊരു വിമൻ സെൻട്രിക് ഫിലിം വിത്ത് ഓൾമോസ്റ്റ് നിൽ സ്റ്റാർ കാസ്റ്റ്. ഇത്രയും നല്ല റിസപ്ഷൻ കിട്ടുക എന്ന് വെച്ചാൽ അതിനേക്കാളും ഉപരി വേറെ ഒരു ഓസ്കർ അവാർഡ് കിട്ടുന്ന പോലെയാണ്. ഫിലിം മേക്കേഴ്സ് ടു മേക്ക് മൂവീസ് നോട്ട് അറ്റ് 300 crore budget, but at the most minimum budget. At the same time, provide a good story. The next movie is going to be big, no doubt about it. സാധാരണ ഫസ്റ്റ് വീക്കിലിനേക്കാളും ഒരു 30 to 40% ഡ്രോപ്പ് സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും. അത് ഈ ചിത്രത്തിന് ഇല്ല. ഒന്നുകൂടി ഡെഫിനറ്റ് ആയിട്ട് അത് ക്രോസ് ചെയ്യും, ഒരു സംശയമില്ല. ഐ തിങ്ക് ഇഫ് ഇറ്റ് ഡസൻ ബീറ്റ് തുടരും, ഇറ്റ് വിൽ കം വെരി ക്ലോസ് ടു ഇറ്റ്. ഡീമൺ സ്ലേയർ ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് മോർ ആനിമേ ഫിലിംസ് ഡെഫിനറ്റ്ലി. കേരളത്തിലും ഇതേപോലെ ഐ തിങ്ക് ആദ്യത്തെ ഷോ 4 മണിക്ക് എന്തോ ഒരു ഷോ ഉണ്ട് ചില തിയേറ്റേഴ്സ്. അവർ തന്നെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ യു സ്റ്റാർട്ട് വിത്ത് ജാപ്പനീസ്, സീ ഹൗ ഇറ്റ് ഇസ്, യു വിൽ ബി സർപ്രൈസ്ഡ്. You will say, we don't want English. Japanese with English subtitles ഭയങ്കര ഡിമാൻഡായി. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. ഇൻഫാക്ട് ഞങ്ങൾ ഇംഗ്ലീഷ് കളിക്കുന്നേ ഇല്ല. ആക്ച്വലി ജെൻ സി എന്ന് പറയുന്നില്ലേ, അവർക്ക് ഈ ഡാൻസും മറ്റേതൊന്നും മാത്രമല്ല, അവർക്ക് നല്ല കണ്ടന്റ് കൊടുത്ത് അവർ ആദ്യം വന്ന് എടുക്കുന്നവരാണ്. ഇൻഫാക്ട് ഈ ബ്രഹ്മയുഗത്തിന്റെ ഒരു വലിയൊരു സക്സസ് ഈ ജെൻ സിക്കാണ് കൊടുക്കേണ്ടത്. ക്യൂ സ്റ്റുഡിയോയിൽ ഇന്ന് തിയേറ്റർ ഉടമയായ സുരേഷ് ഷെനോയാണ് നമുക്കിപ്പോൾ ഉള്ളത്. വെൽക്കം. താങ്ക് യു. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് 13 ദിവസത്തിനുള്ളിൽ ലോക 202 കോടി എന്ന് പറയുന്ന വലിയൊരു നമ്പറിലേക്ക് എത്തി നിൽക്കുകയാണ്. തെലുങ്ക്, കന്നഡ, തമിഴ് ഇൻഡസ്ട്രികൾ നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ഹ്യൂജ് റിസപ്ഷനാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സിനിമയ്ക്കാണ് അത് കിട്ടുന്നത് എന്നുള്ളത് ആലോചിക്കണം. ഈ ഒരു റിസപ്ഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ലോക എന്ന് പറഞ്ഞ ചിത്രം ഒരു അണ്ടർഡോഗ് ആയിരുന്നു. കാരണം ഓണത്തിന് 4 സിനിമകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആക്ച്വലി അണ്ടർപ്ലേ ചെയ്ത് റിലീസ് ചെയ്ത പടമാണ് ലോക. പക്ഷേ അതിൽ ഏറ്റവും അതിശയപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ ദ ജനറേഷൻ ദാറ്റ് ഇസ് ജെൻ സി, അവർ ഇതിനെ വിലയിരുത്തി അവർ നല്ല ബുക്കിംഗ് കൊടുത്തു ഈ പടത്തിന് ഫസ്റ്റ് ഡേ. ഇൻഫാക്ട് ഫസ്റ്റ് ഡേ ബുക്കിംഗ് ഓഫ് ലോക വാസ് മച്ച് ബെറ്റർ ദാൻ any other, all the 3 other movies. അപ്പോൾ അതിനൊരു വിലയിരുത്തി. ആൻഡ് ഓഫ് കോഴ്സ് ദ മൂവി വാസ് വെരി ഗുഡ്. ദെൻ ഓഫ് കോഴ്സ് ഹിസ്റ്ററി വാസ് ക്രിയേറ്റഡ്. ആദ്യമായിട്ടാണ് ഒരു വിമൻ സെൻട്രിക് ഒരു മലയാള ചിത്രം ഇത്രയും കളക്ഷൻ വരുന്നത്, ഒരു സംശയമില്ല. ഇത് ലോകയുടെ ബഡ്ജറ്റ് സംതിങ് വളരെ മിനിമൽ ബഡ്ജറ്റിൽ, ആ സിനിമ അർഹിക്കുന്നതിനേക്കാൾ മിനിമൽ ബഡ്ജറ്റിൽ ഒരു വിമൻ സെൻട്രിക് ഫിലിം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് മലയാളത്തിൽ മോഹൻലാൽ സിനിമയൊക്കൊപ്പം ക്ലാഷ് വെക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. അതിൽ 2ാം സ്ഥാനത്താണ് മോഹൻലാൽ സിനിമ എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഇതാണല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് പോസ്റ്റ് കോവിഡ് ഒരു വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നല്ല സബ്ജക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ലോക. ബഡ്ജറ്റൊന്നും ഒരു വിഷയമല്ല, സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു വിഷയമില്ല. നല്ല സബ്ജക്റ്റ് കൊടുത്താൽ ആൾക്കാരത് ഏറ്റെടുക്കും എന്നുള്ളൊരു ഒറ്റൊരു പ്രൂഫാണ് ഈ ലോകം. ഇപ്പോൾ ഈ സത്യൻ അന്തിക്കാട് മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അറിയാം അതെന്തായിരിക്കും അത് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോട്ടുള്ള ആൻറ്റിസിപ്പേഷൻ ആസ് എ തിയേറ്റർ പേഴ്സൺ നിങ്ങൾക്ക് അതിന് ഒരു മിനിമം ഇതുണ്ടാവും. ഓക്കെ, ഇതിന് ആളുകൾ കയറി, ഇതിന് ഫാമിലി ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത്. ഒരു തിയേറ്റർ ഉടമ എന്ന നിലയിൽ ലോകയ്ക്ക് എന്തുകൊണ്ട് ഇത്ര റിസപ്ഷൻ എന്നാണ് തോന്നുന്നത്? ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിനിമയ്ക്ക് വരുന്ന ആൾക്കാരുടെ ഒരു നോളജ് ആൻഡ് their expertise in seeing the film is amazing. അത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ വി ആർ ഇൻ ദിസ് ബിസിനസ്. അപ്പോൾ ഞങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഉള്ളതിനേക്കാളും ഉപരി ഈ യങ്ങർ ജനറേഷൻ ദേ വാല്യൂ ഈച്ച് ഫിലിം ഡിഫറെൻ്റ്ലി. അപ്പോൾ ആക്ച്വലി വി വർ സർപ്രൈസ്ഡ്. അതായത് ഈ ഓണം സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അല്ല, ബുക്കിംഗ് വന്നത് ലോകയ്ക്കാണ്. അത് തന്നെ ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു. കാരണം വി ഓൾ നോ ലോക ഇസ് എ വെരി വെരി റിസ്കി സബ്ജക്റ്റ്. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു സൂപ്പർ ഹീറോയിൻ ആ ഒരു ജോണറിൽ വരുന്നതാണ്. ഇറ്റ്സ് വെരി റിസ്കി. എന്നിട്ടും പീപ്പിൾ വെർ റെഡി ടു വാച്ച് ഇറ്റ്. ദാറ്റ് വാസ് അമേസിങ്. കാരണം പ്രോബ്ലി ദേ തോട്ട് ദാറ്റ് ഇറ്റ് വിൽ റെസനേറ്റ് വിത്ത് ദെയർ വേ ഓഫ് തിങ്കിങ് ഓർ ദെയർ ലൈക്സ് ഓർ ഡിസ്ലൈക്സ്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിമൻ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിമൻ ലീഡ് ചെയ്യുന്ന സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ,
ആളുകൾ മടിക്കുന്നത് ഉണ്ട് എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും അങ്ങനെ ഒരു പെർസെപ്ഷൻ നിലനിൽക്കുന്നുണ്ട്. ലോക മുന്നിലേക്ക് വരുമ്പോൾ, ലോകക്ക് ഇത്രയും വലിയൊരു റിസപ്ഷൻ എല്ലാ ലാംഗ്വേജുകളിലും കിട്ടുമ്പോൾ ഈ ഒരു ബാരിയർ കുറെ കൂടി ഇല്ലാതാക്കാൻ അത് സഹായിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇതിനു മുമ്പും വിമൻ സെൻട്രിക് ഫിലിംസ് വന്നിട്ടുണ്ട്. ഇപ്പം മഞ്ജു വാര്യരുടെ ഒരു ഫിലിം ഹൗ ഓൾഡ് ആർ യു, അത് കഴിഞ്ഞിട്ട് വേറൊരു പടം കൂടി വന്നത്, എന്താണ്, റോഷൻ ആൻഡ്രൂസിന് വെച്ചിട്ട്. അപ്പം അതെല്ലാം അതിനൊക്കെ നല്ല റിസപ്ഷൻ കിട്ടിയതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ്. ഇപ്പോൾ ഉള്ളൊടുക്ക് അത് ടോട്ടലി വുമൻ സെൻട്രിക് ആയിരുന്നു, ആൻഡ് ഇറ്റ് റിസീവ്ഡ് എ വെരി ഗുഡ് കളക്ഷൻ ഇൻ സ്പൈറ്റ് ഓഫ് നോട്ട് ബീങ് കമേഴ്ഷ്യൽ. സിമിലർലി ആ ഒരു ഇംഗ്ലീഷ് ജോണറിൽ ഒരു എടുത്തൊരു മലയാള ചിത്രം ഓൾ വി സീ ഈസ് ലൈറ്റ്, അതിന് നല്ല റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വിമൻ സെൻട്രിക് മൂവീസ് ആർ ഓൾവേസ് ആക്സെപ്റ്റഡ്. പക്ഷേ ഈ ഒരു സ്കെയിലിൽ ഒരു പിക്ചർ എടുക്കുക, അതായത് ദിസ് ഇസ് എ ബിഗ് സ്കെയിൽ ബട്ട് ദ ബഡ്ജറ്റ് ഇസ് വെരി ലിമിറ്റഡ്. പക്ഷെ നമ്മൾ ഈ സംസാരിച്ച സിനിമകളെല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളുടെ ആണ്. അപ്പൊ ഈ ലോകയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആക്ച്വലി ഇറ്റ്സ് എ സൂപ്പർ ഹീറോ ഫിലിം, ഇസ് എ ബിഗ് ബഡ്ജറ്റ് മൂവി, ബട്ട് ദിസ് ഇസ് മെയ്ഡ് അറ്റ് എ വെരി ആവറേജ് ബഡ്ജറ്റ്. സോ ദാറ്റ് ഈസ് എ സക്സസ്. പ്രോബബ്ലി അതിൻ്റെ കാസ്റ്റിങ്ങും അതിൻ്റെ ആ കംപ്ലീറ്റ് സ്റ്റോറി ബോർഡും എല്ലാം കൂടി ഒരു നല്ല ടീം വർക്കാണ്. ക്യാമറ ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ലോണം അവർ ദേ ഹവ് ഡൺ എ ഗുഡ് ജോബ്. ഇറ്റ്സ് എ ഗുഡ് ടീം വർക്ക്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ impetus for filmmakers to make movies not at 300 crore budget but at the most minimum budget, at the same time provide a good story. ഇപ്പോൾ നമ്മൾ മറ്റ് ലാംഗ്വേജുകളിലെ റിസപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ അടുത്ത ഭാഗം വരുമ്പോൾ അതിന് തുറന്നിടുന്ന ഒരു വാതിൽ എന്ന് പറയുന്നത് വലുതായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ സിനിമകൾക്ക് മാത്രം കണ്ടുവരുന്ന ഈ 5 AM സ്ക്രീനിങ് അടക്കമുള്ള ഫെസിലിറ്റീസ്, അതുപോലെയുള്ള ഒരു റിസപ്ഷൻ ഇനി അടുത്ത ഇതിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ തിയേറ്റേഴ്സിന്? ഇപ്പോൾ ഈ ലോകയ്ക്ക് കിട്ടിയ റിസപ്ഷനും അതിന്റെ എൻഡിങ്ങും അതിന്റെ ആ സ്റ്റോറി ബിൽഡപ്പും അതിൻ്റെ അകത്ത് ഇനി വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ the next movie is going to be big, no doubt about it. My only the fear is that it should not go out of hand. What storyboard they have created, let them make it at the same level. അധികം ഓവർബോർഡ് പോവാതെ ആ സിനിമ എടുത്താൽ തീർച്ചയായിട്ടും എക്സ്പെക്ടേഷൻ ഇസ് സ്കൈ ഹൈ ഫോർ ദ നെക്സ്റ്റ് ഫിലിം. ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കോടി എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബ്ബായിട്ടാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് സഡൻ ആയിട്ട് നമുക്കൊരു പുലിമുരുകൻ വരുന്നു, ഒരു 100 കോടി ക്ലബ്ബ് ഉണ്ടാകുന്നു. അത് ഒരു ആശ്ചര്യമായിട്ടുള്ളൊരു ഘടകമായിരുന്നു. അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 100 കോടി സംഭവിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഒരു സഡൻ ജമ്പായിരുന്നു ഒരു 200 കോടി. ആ 200 കോടി വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. മലയാള സിനിമയുടെ അതിനിടയിൽ ഈ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കപ്പെട്ടിട്ടില്ല. ഈ മലയാള സിനിമയുടെ ഇത്തരത്തിലൊരു വൻ ജമ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പുലിമുരുകൻ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് മോർ ദാൻ 15 years. അതിൻ്റെ ഇടയിൽ ഈ ലാസ്റ്റ് 15 yearsൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് സീയിങ് ദ ഫിലിം. പ്ലസ് ഈ തിയേറ്റേഴ്സിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് most of the theatres have been converted to smaller theatres and upgraded to Atmos, laser, to the latest technology. That has അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കഴിഞ്ഞ ഒരു 15 കൊല്ലത്തിൽ ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ജമ്പ് ഞങ്ങൾ കാണുന്നത്. വാട്ട് പുലിമുരുകൻ ഡിഡ് ഫോർ 50 crores ഇപ്പോൾ ഒരു 100 crores അച്ചീവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. Because of the number of theatres and the number of audience that are coming into the theatres. But soon, I think, 200 crores എത്താൻ വലിയൊരു മൈൽ സ്റ്റോൺ ഇല്ല എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക്. അതെല്ലാം ഈ രണ്ടിൻ്റെയും ഒരു കോംപ്ലിമെൻ്ററി ഒരു ഇതുകൊണ്ടാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഈ ടെക്നോളജി ഡെവലപ്പിങ്ങിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഫിലിം മേക്കേഴ്സ് ഒരു കൺസേൺ ആയിട്ട് തിയേറ്റേഴ്സിൽ അവരുടെ കൺസേൺ ആയിട്ട് പറയുന്നത് അവർ ആക്ച്വലി കൊടുക്കുന്ന അതേ സൗണ്ട് അതേ ഇമ്പാക്റ്റിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല, വിഷ്വൽ ക്വാളിറ്റിയിൽ അവർക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല തിയേറ്ററുകളിൽ. ഇത്തരം കൺസേണുകളെ ആസ് എ തിയേറ്റർ ഓണർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴും ഒരു വളരെ ചുരുക്കം തിയേറ്റേഴ്സേ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാതെ ഉള്ളൂ സിറ്റീസിൽ.
ബാക്കിയെല്ലാം ഐ തിങ്ക് ദേ ആർ ഓൾ. അപ്പോൾ ഈ തിയേറ്റേഴ്സിൽ കളിക്കുമ്പോൾ ഈ ഒരു കൺസേൺ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ലോക പറയുമ്പോൾ ലോക ഒരു ഫ്ലാറ്റ് സ്ക്രീനിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഫ്ലാറ്റ് സ്ക്രീനിൽ കാണുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു നോർമൽ സ്ക്രീൻ മറ്റൊരു സ്ക്രീനിൽ കാണുമ്പോൾ സംഭവിക്കുന്നില്ല. ഇത്തരം ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അത്തരം ഫോർമാറ്റുകളെ പിന്തുടരാൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഫ്ലാറ്റ് സ്ക്രീനിനെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾക്ക് തിയേറ്റേഴ്സ് പണിയാൻ പറ്റില്ല. ബിക്കോസ് പണ്ട് ഫ്ലാറ്റ് ആയിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് 50 years ബാക്ക്. അതാണ് പിന്നെ സിനിമാസ്കോപ്പ് ആയത്. പിന്നെ സിനിമാസ്കോപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റായി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യയിലിരിക്കുന്ന 95% തിയേറ്റേഴ്സും സിനിമാസ്കോപ്പ് സ്ക്രീനിലായിരിക്കും, ആ ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ OTTയുടെ ഒരു കാലത്തിലാണ് ഈ ഫ്ലാറ്റ് സ്ക്രീനിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നത്. കാരണം അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന റേഷ്യോ അതാണ്. അപ്പോൾ കുറേ ഫിലിം മേക്കേഴ്സ് ഫ്ലാറ്റ് ഫോർമാറ്റിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സിനിമാസ്കോപ്പ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് സൈഡിൽ കാണും. പക്ഷെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാറ്റ് ആക്ച്വലി വെൻ യു ആർ ഇൻവോൾവ് ഇൻ ദ മൂവി യു ഡോണ്ട് മേക്ക് ഔട്ട്. അതിപ്പോൾ ഈ സിനിമയിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഒരു സാധാരണക്കാരൻ പോയാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് വരില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് എ നോർമൽ ഫിലിം. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സ്റ്റഡി ആയിട്ട് ലോകയ്ക്ക് ബുക്കിങ്ങുകളുണ്ട്, ഹൗസ്ഫുൾ ആണ് പലയിടത്തും ഷോ. ഇനി ഉള്ള ലോകയുടെ ഒരു കേരള ബോക്സ് ഓഫീസ് പ്രഡിക്ഷൻ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടരുമാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പടം. 100 കോടി നേടിയിട്ടില്ല. ഈ ഒരു നമ്പറിനെ ഓവർകം ചെയ്യുമോ എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ചോദ്യം. കാരണം ബോക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ബോക്സ് ഓഫീസ് എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോക്സ് ഓഫീസാണ്. ഇതിനെ പ്രത്യേകിച്ച് ഒരു വിമൻ സെൻട്രിക് ഫിലിം ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് മൊമെന്റ് കൂടിയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഓൾമോസ്റ്റ് എവിടെ ഒരു ഏത് ഏരിയ എടുത്താലും ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് കളക്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കുറച്ച് കുറവായിരിക്കും. എന്നാലും ദ ഡ്രോപ്പ് വിൽ ബി വെരി ലെസ്, മേ ബി 10 or 15%. അൺലൈക്ക് ഇൻ അതർ ജോണേഴ്സ്, സാധാരണ ഫസ്റ്റ് വീക്കിനേക്കാളും ഒരു 30 to 40% ഡ്രോപ്പ് സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും. അത് ഈ ചിത്രത്തിനില്ല. അപ്പോൾ അത് ഒരു നല്ലൊരു ബൂസ്റ്റാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു 2 ആഴ്ചയും കൂടി നല്ല കളക്ഷനിൽ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഐ തിങ്ക് ഇഫ് ഇറ്റ് ഡസൻ ബീറ്റ് തുടരും, ഇറ്റ് വിൽ കം വെരി ക്ലോസ് ടു ഇറ്റ്. കാന്താരയുടെ ഇഷ്യൂ ഒരു ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഫിയോക്കിന്റെ അണ്ടറിലുള്ള തിയേറ്ററുകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്നതിൽ ഏറ്റവും വലിയ മേജർ റിലീസുകളിലൊന്നാണ് കാന്താര. കാന്താരയുടെ ഫസ്റ്റിന് കേരളത്തിൽ കിട്ടിയ റിസപ്ഷൻ ഭയങ്കരമായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആസ് എ ഒരു തിയേറ്റർ ഓണർ എന്ന നിലയിൽ ഇനിഷ്യൽ കളക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോഴുള്ള ഒരു തിയേറ്റർ ഉടമ എന്നുള്ള കൺസേൺ എന്തായിരിക്കും? ഇതിപ്പോൾ എങ്ങനെ ഈ ന്യൂസ് മീഡിയയിലേക്ക് എത്തിയെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളൊരു മീറ്റിങ്ങും വിളിച്ചിട്ടില്ല. പക്ഷേ ഒരു ടേംസിലൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം ഉണ്ട്. ടേംസിൽ ഞങ്ങൾക്ക് ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ഡിസ്കഷനിൽ വരുന്ന ഒരു ഔട്ട്കം ആയിരിക്കും ഇത്. ഈ ടേംസിലാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാചകമാണ് ഇത് ട്വിസ്റ്റ് ചെയ്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ബാൻ ചെയ്തു, ഞങ്ങൾ കളിക്കില്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ടേംസ് സംസാരിക്കുമ്പോൾ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാവും. വി ഹാവ് ടു ഓവർകം ഇറ്റ്, അത്രേ ഉള്ളൂ. ടേംസിൽ 2 ആഴ്ച തുടർച്ചയായിട്ട് 50%, 55% ലാഭവിഹിതം കൊടുക്കണം എന്നുള്ളതാണ് അംഗീകരിക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇൻ പ്രിൻസിപ്പിൾ ഇതിനു മുമ്പ് ഒരു ഓൾമോസ്റ്റ് 2-3 വീക്സ് ബാക്ക് 55 ഫോർ 1 വീക്ക് ഞങ്ങൾ ഓൾറെഡി അഗ്രി ചെയ്തത്. ഓക്കെ. പിന്നീടാണ് ഈ 55 സെക്കൻഡ് വീക്കിലും വേണമെന്ന് പറഞ്ഞ് ഒരു ഇത് വന്നത്. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു സ്ക്രീൻ. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആനിമെ ഫിലിം ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ റിസപ്ഷൻ നേടിയിട്ടാണ് ആ സിനിമ, അതായത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റൽ. ഇന്ത്യയിൽ പലയിടത്തും 4 മണിക്ക് 5 മണിക്ക് മോർണിംഗ് ഷോ ചാർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അതിന്റെ ബുക്കിംഗ് വരികയാണ്. അതിന്റെ കേരളത്തിലെ റിസപ്ഷനെ കുറിച്ചിട്ട് പറയാം. കേരളത്തിലും ഇതേപോലെ ഐ തിങ്ക് ആദ്യത്തെ ഷോ 4 മണിക്ക് എന്തോ ഒരു ഷോ ഉണ്ട് ചില തിയേറ്റേഴ്സിൽ കേരളത്തില്. പിന്നെ 7 മണിക്കുണ്ട്. പിന്നെ
8 മണി 10 മണി അങ്ങനെ ഒരു ഒരു അൺബിലീവബിൾ ഒരു റെസ്പോൺസാണ് ആ സിനിമയ്ക്ക് കാണുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് അനിമേ ഫിലിംസ് കളിക്കാറുമുണ്ട്, അതായത് ജാപ്പനീസ്. അതിന് നല്ലൊരു ഓഡിയൻസ് ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ ഈ കണക്കിനൊരു ഒരു ഒരു ബുക്കിംഗ് വന്നിട്ട് ഒരു ഭയങ്കര സർപ്രൈസ്. അതായത് ഇതൊരു സീരീസിന്റെ ഭാഗമായിട്ട് വരുന്ന സിനിമയാണ്. ലാസ്റ്റ് 3 പാർട്ടായിട്ടാണ് ആ സിനിമ വരുന്നത്. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇപ്പൊ വരുന്നത്. ഇത് എന്നെ ഇതിൽ സർപ്രൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലോ ഇംഗ്ലീഷ് വേർഷനോ അല്ല ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. ജാപ്പനീസ് വേർഷനാണ് കേരളത്തിൽ കൂടുതൽ ബുക്കിംഗ് ഉണ്ടാകുന്നത്. ഇത് സത്യത്തിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഞങ്ങൾ ആ മദ്രാസ് കമ്പനിയോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ യു സ്റ്റാർട്ട് വിത്ത് ജാപ്പനീസ്, സീ ഹൗ ഇറ്റ് ഇസ്, യു വിൽ ബി സർപ്രൈസ്ഡ്, യു വിൽ സേ വി ഡോണ്ട് വാണ്ട് ഇംഗ്ലീഷ്. ഓക്കെ, നോ പ്രോബ്ലം. ഇട്ട് നോക്കിയപ്പോൾ ദേ വർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. അതായത് ജാപ്പനീസ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. ഇൻഫാക്ട് ഞങ്ങൾ ഇംഗ്ലീഷ് കളിക്കുന്നേ ഇല്ല, കാരണം ദ മോർ ആൻഡ് മോർ ഷോസ് യു ആഡ്, യു ആർ ജസ്റ്റ് ഫില്ലിംഗ് അപ്പ്. ഐ തിങ്ക് ദിസ് ഇസ് പ്രോബബ്ലി ദ വൺ ഓഫ് ദ ലാസ്റ്റ് സീരീസിൽ, ആൻഡ് ഇറ്റ് ഇസ് ഓൾറെഡി ബീൻ റിലീസ്ഡ് അബ്രോഡ്. അപ്പോൾ ദ ഓഡിയൻസ് ഇസ് എന്താ പറയുക, അവെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത്, ബുക്കിംഗ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഈവൻ ചൈനീസ് ഫിലിംസ് ഈ ജോണറിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ ആക്ച്വലി ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നില്ല. അതിനും എനിക്ക് തോന്നുന്നു അത് റിലീസ് ചെയ്താൽ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. അതായത് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അതിഭയങ്കരമായിട്ടുള്ളൊരു ആരാധക വൃന്ദം ആനിമെ ഫിലിംസിനുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ആനിമെ ഇത്രത്തോളം തിയേറ്ററുകളിൽ ഇത്രത്തോളം റിസപ്ഷൻ കിട്ടിയിരുന്നില്ല. ആളുകൾ അതിലേക്ക് അറിഞ്ഞു തുടങ്ങി. ഇത് ജെൻസിയുടെ ഒരു തിയേറ്ററിലേക്കുള്ള ഒരു അട്രാക്ഷൻ ഘടകമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഡീമൺ സ്ലേയർ ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് മോർ ആനിമെ ഫിലിംസ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഡീമൺ സ്ലേയറിന് ഇത്രത്തോളം ബുക്കിംഗ് ഉണ്ട് എന്ന് സംസാരിക്കും. ആനിമൽ ലവറായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, നെസ്സ എന്ന് പറയുന്ന ഒരു സിനിമ, അതൊരു ചൈനീസ് മൂവിയാണ്. അത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇത് കളക്ട് ചെയ്ത ആനിമേ സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി മലയാളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള തിയേറ്ററുകൾ പിക്ക് ചെയ്ത് അവരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഈ നെസ്സ എന്ന് പറഞ്ഞ ചൈനീസ് ഫിലിംസ് ആണ്, ചൈനീസ് അനിമേ ഫിലിംസ്. ചൈനീസ് ഫിലിംസിന് ഒരു അന്നത്തെ ഇത് ക്ലാഷ് വന്നതിന് പിന്നെ ഒരു ചെറിയൊരു ബാൻ പോലെ വന്നിട്ടുണ്ട്. അതായത് ചൈനീസ് ഫിലിംസ് ഇന്ത്യയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഈ അടുത്ത കാലത്ത് തന്നെ അതെല്ലാം ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ ഈ സിനിമകളൊക്കെ വരും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് അനിമേക്കും നല്ല ഡിമാൻഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മൾ തിരിച്ച് ലോകയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ സ്റ്റാർ കാസ്റ്റ് റിവീൽ ചെയ്ത സ്റ്റാർ കാസ്റ്റിൽ കുറവ് തമ്മിൽ എന്താണ് കുറച്ച് കുറവ് എന്ന് പറയുന്ന സ്റ്റാർ കാസ്റ്റോട് കൂടി വന്നിട്ടുള്ള സിനിമയാണ് ലോക. ആളുകൾ ഇപ്പോഴും സ്റ്റാർ വാല്യൂവിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറുകൾ തിയേറ്ററിലേക്ക് ആളുകളെ പുൾ ഓഫ് ചെയ്യുന്ന കാര്യം പലപ്പോഴും പല സിനിമകളും എന്താണ് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് സ്റ്റാറുകൾ അതിൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളൊരു കൺസേൺ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ ഇത്തരത്തിൽ ഒരു വലിയ റിസപ്ഷൻ ഉണ്ടാകുമ്പോൾ അത് മലയാളം ഇൻഡസ്ട്രിയെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നതാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതൊരു വളരെ പോസിറ്റീവ് ഒരു സൈനാണത്. അതായത് ഒരു വിമൻ സെൻട്രിക് ഫിലിം വിത്ത് ഓൾമോസ്റ്റ് നിൽ സ്റ്റാർ കാസ്റ്റ് ഇത്രയും നല്ല റിസപ്ഷൻ കിട്ടുക എന്ന് വെച്ചാൽ അതിനേക്കാളും ഉപരി വേറെ ഒരു ഓസ്കർ അവാർഡ് കിട്ടുന്ന പോലെയാണ്. ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ ഇൻഡസ്ട്രി, ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ ദ ഇൻഡസ്ട്രി, ആൻഡ് more people will come out with movies in this genre or any other genre with good subject. ഇപ്പൊ തന്നെ 13 ദിവസം കൊണ്ട് ഒരു 202 കോടി എന്നുള്ളത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുന്നിലെത്തിയിട്ടുണ്ട് ലോക. എനിക്ക് തോന്നുന്നു സിംഗിൾ ഡേ 7 കോടിയൊക്കെ നേടുന്ന തരത്തിലേക്കുള്ള കളക്ഷൻ റിപ്പോർട്ടുകളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇനി ഒരു ആഗോളതലത്തിൽ ഒരു 300 കോടി എന്നുള്ള നിലയിൽ മലയാളത്തിന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആകാനുള്ള ഒരു സാധ്യത കാണുന്നു. തീർച്ചയായിട്ടും 300 കോടി ഡെഫിനറ്റ് ആയിട്ട് അത് ക്രോസ് ചെയ്യും, ഒരു സംശയമില്ല. വേൾഡ് വൈഡ് കേട്ടോ, വേൾഡ് വൈഡ് തീർച്ചയായിട്ടും. കേരളത്തിൽ തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള
ഒരു പോക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം ഏതായിരിക്കും? മലയാളത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ തിയേറ്റേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഏതായിരിക്കും? ഈ 2-3 പടങ്ങളുണ്ട്. ഒന്ന് ഇത് ഇനിയിപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കരം ഒരു നല്ലൊരു വിനീത് വിനീത് ശ്രീനിവാസൻ്റെ അതിനൊരു നല്ലൊരു ബുക്കിംഗ് വരാൻ ചാൻസ്, റിസപ്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് വിലായത്ത് ബുദ്ധ, മച്ച് എക്സ്പെക്റ്റഡ്. അത് കഴിഞ്ഞാൽ ബൾട്ടിക്ക് ഒരു ഷൈനിങ്, അതിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മലയാള സിനിമ ഇപ്പോൾ ഒരു റൈറ്റ് ട്രാക്കിൽ, മീൻസ് നമ്മൾ റൈറ്റ് ട്രാക്കിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ചോ നമ്മുടെ കളക്ഷനെ കുറിച്ചോ അല്ല, പക്ഷേ ഒരു ഇൻഡസ്ട്രിക്ക് വളരുക എന്നുള്ളത് ഈ ബഡ്ജറ്റിൻ്റെയും ഈ കളക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മളെ ആളുകൾ നോക്കിക്കാണുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു റൈറ്റ് ട്രാക്കിലാണ് എന്നുള്ള. തീർച്ചയായിട്ടും. ഇൻഫാക്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ആക്ച്വലി ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി മലയാളം മാത്രമേ ഉള്ളൂ. അതായത് ചെറിയ സിനിമകൾ സക്സസ് ആയി വരുന്ന ഒറ്റ ഒരു സ്റ്റേറ്റ് കേരളമാണ്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാടൊക്കെ ഉള്ളൂ. എന്തായിരിക്കും കാരണം? അതെന്താ വെച്ചാൽ നല്ല സബ്ജക്റ്റുകൾ വരാൻ തുടങ്ങി ഇവിടുന്ന്. ഇൻഫാക്ട് ഇപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഹിറ്റായിരിക്കുന്ന സിനിമകളിൽ കൂടുതലും വളരെ സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ തേർഡ് റാങ്കിലുള്ള ആക്ടേഴ്സാണ്. പ്ലസ് അതിൻ്റെ ക്രൂ കംപ്ലീറ്റ് യങ് ക്രൂ ആണ്. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. അതായത് ഒരു ഫ്രഷ് സാധനങ്ങളാണ്, ഫ്രഷ് കണ്ടന്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത്, ഡിഫറെൻറ്റ് ജോണറിൽ. അതിൽ ബഡ്ജറ്റൊന്നും വലിയ വിഷയമല്ല. വളരെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു പിക്ചർ ഞങ്ങൾക്കൊരു 10 കൊല്ലം മുമ്പ് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. അങ്ങനത്തെ സിനിമ എടുക്കില്ല. പക്ഷെ അത് സൂപ്പർ ഹിറ്റായി. കാരണം ഈവൻ ദ യങ്ങർ ജനറേഷൻ വേർ ഫ്ലോഡ് ബൈ ദ മേക്കിംഗ്. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ജെൻ സി എന്ന് പറയുന്നില്ലേ, അവർക്ക് ഈ ഡാൻസും പറ്റുന്നതൊന്നും മാത്രമല്ല, അവർക്ക് നല്ല കണ്ടന്റ് കൊടുത്ത് അവർ ആദ്യം വന്ന് എടുക്കുന്നവരാ. ഇൻഫാക്ട് ഈ ബ്രഹ്മയുഗത്തിന്റെ ഒരു വലിയൊരു സക്സസ് ഈ ജെൻ സിക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഓണം ഫെസ്റ്റിവൽ സമയത്ത് ഇറങ്ങുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു കളർഫുൾ പടങ്ങളായിരിക്കണം എന്നൊരു ചിന്ത പണ്ടുണ്ടായിരുന്നില്ല. അത് ആകെപ്പാട് ഉടഞ്ഞു പോയി. ഇപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്ന് പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് സിനിമ ഏത് സമയത്തും കൊണ്ടുവരാം. നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ, എത്ര ചെറിയ പടം ആവട്ടെ, നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ അത് ആൾക്കാരെ ഏറ്റെടുക്കും, ഒരു സംശയമില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ OTT has helped in changing our perspective. I'll tell you why. ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ എന്തെല്ലാം സിനിമയാണ് വീട്ടിലിരുന്ന് കണ്ടത്. പോളിഷ്, സ്വീഡിഷ്, ജർമ്മൻ, ജാപ്പനീസ്, ചൈനീസ് എല്ലാം ഞങ്ങൾ സബ് ടൈറ്റിൽ ഇട്ട് കണ്ടു. വി ഹാവ് സീൻ ഗുഡ് ഫിലിംസ്, സ്മോൾ ഫിലിംസ്, ബിഗ് ഫിലിംസ്, ഓൾ ജോണേഴ്സ്. ആൻഡ് ഒരു ആക്സെപ്റ്റൻസ് വാല്യൂ ഞങ്ങളെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു ചെറിയ സിനിമ വന്നാലും ആൾക്കാർ അത് കാണാനുള്ള ഒരു ഇത് വരുന്നുണ്ട്, ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ഓക്കെ, സോ യു ആർ സെയിങ് OTT somehow തിയേറ്ററിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 100%. ഓക്കെ, ഇത് ഞാൻ സർപ്രൈസ്ഡ് ആവാൻ കാരണം ഇതിനു മുമ്പ് തിയേറ്റേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ തിയേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള വലിയൊരു കൺസേണിലൊന്നാണ് OTT തിയേറ്റേഴ്സിനെ സപ്രസ് ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ കൺസേൺ. ഒബ്വിയസ്ലി അത് മനസ്സിലാക്കാൻ പറ്റുന്ന കൺസേൺ ആണ്. പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച്, ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുന്നല്ലോ. ദാറ്റ്സ് കൂൾ. അല്ലല്ല, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇപ്പോൾ ഞങ്ങളുടെ ആ കോവിഡിന്റെ സമയത്ത് വേറൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ, ഒരു സൈഡിൽ സിനിമ ആൾക്കാരെ സിനിമ കാണുന്നു, പല സിനിമ കാണുന്നു, പല ജോണർ കാണുന്നു, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നു. മറുഭാഗത്ത് തിയേറ്റേഴ്സ് എല്ലാം അടഞ്ഞു കിടക്കുന്നു. സിനിമ എടുത്ത പ്രൊഡ്യൂസേഴ്സ് ദേ ആർ ടെൻസ്. അവർക്ക് ഒരു ഔട്ട്ലെറ്റ് ഇല്ല. ആ സമയത്താണ് ഈ OTT കയറി അവരുടെ പടങ്ങൾ വാങ്ങിക്കുന്നു, നല്ല വിലയ്ക്ക് വാങ്ങിക്കുന്നു. ചിലത് നന്നായിട്ട് പോകുന്നു, ചിലത് ഫ്ലോപ്പ് ആവുന്നു. പക്ഷെ അവർക്കൊരു ഇത് കിട്ടി, എന്താ പറയുക, ഒരു ഓൾട്ടർനേറ്റ് ഒരു വെന്യൂ കിട്ടി ടു റിലീസ് ദെയർ ഫിലിംസ്. അങ്ങനെ ഇരിക്കുമ്പോൾ തിയേറ്റർ തുടങ്ങിയപ്പോൾ, അതായത് തിയേറ്റർ വീണ്ടും കോവിഡ് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അതായത് all the movies were going to the OTT within 2 weeks, 3 weeks. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ
ആൾക്കാരുടെ മനസ്സിൽ തോന്നി ഇനിയിപ്പോൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ആവശ്യമില്ല, വി ക്യാൻ വെയിറ്റ് 2 weeks, go to the sit at home and watch. ആ ഒരു ടെൻഡൻസി ദാറ്റ് വാസ് ഡേഞ്ചറസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പ്രോബബ്ലി ഐ ഡോണ്ട് നോ, ദേ മസ്റ്റ് ഹാവ് ലേൺ ദ ലെസൺസ്. അവർ ഈ തിയേറ്ററിക്കൽ റിലീസ് കഴിഞ്ഞിട്ടേ എടുക്കൂ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. എന്നിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യു ഷുഡ് ഡു ഇറ്റ് ഓൺലി ആഫ്റ്റർ 42 days, സോ ദാറ്റ് പീപ്പിൾ വിൽ കം ടു ദ തിയേറ്റർ ടു സീ ദ ഫിലിം. ആ ഒരു ഡേഞ്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഐ തിങ്ക് വി ഹാവ് ഓവർകം ഓൾ ദാറ്റ്. ഫസ്റ്റ് ടൈം ആണ് OTT ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പും ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് that OTT has changed the perspective. At least my perspective has changed. Okay, thank you so much. Okay.